വ്യൂവേഴ്സ്, കുക്കിംഗ് വിത്ത് വിനീത ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ 1000 വീഡിയോ സീരീസിലെ 58ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി അല്ലെങ്കിൽ ഡിഷിൻ്റെ പേര് പൊട്ടറ്റോ സോസേജ് സ്നാക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവരും പല ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സുകളിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത 57 വീഡിയോകളിൽ കൂടി ഈസിയായി സെർച്ച് ചെയ്യുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. വീഡിയോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ കാണണമെങ്കിൽ അപ്രകാരവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ റെസിപ്പിയിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങാണ്. ഇത് ഉപ്പിട്ട് ബോയിൽ ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കോൺഫ്ലവർ, ചീസ് ഗ്രേറ്റ് ചെയ്ത്, സോസേജ് ചെറുതായി അരിഞ്ഞത്, ഇത് പാസ്ലിയാണ്. ഇതിനെ ചെറുതായി നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇത് എല്ലാ വെജിറ്റബിൾ ഷോപ്പുകളിലും കിട്ടുന്നതാണ് ഈ പാസ്ലി. ഞാനിത് ലുലു മാളിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് നമുക്ക് ഓരോന്നായി ഇട്ട് മിക്സ് ചെയ്യാം. ആദ്യം വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ട് മാഷ് ചെയ്യാം. നല്ലവണ്ണം ക്രീം രൂപത്തിൽ ഇത് മാഷ് ചെയ്യേണ്ടതാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ഇടാം. പാസ്ലി ഇടാം. ചോപ്പ് ചെയ്ത ചീസ് ഇടാം. ഇനി കോൺഫ്ലവർ, ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് ഇനി ഇതിനെ കുറച്ച് തൈരിന് എണ്ണ പുരട്ടി നമുക്ക് ബോളാക്കി എടുക്കാം. അതേപോലെ ഉണ്ട വെട്ടി ഇതിലേക്ക് വയ്ക്കും. ചീസിലും സോസേജിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപ്പ് ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസുകളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ തേലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ഞാൻ സഫോളയുടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ കാണിക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് സഫോളയുടെ ഓയിൽ ഒഴിച്ചു. പിന്നെ നല്ലവണ്ണം ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബോൾസുകളെല്ലാം ഇറക്കിയിടാം. അങ്ങനെ പൊട്ടറ്റോ സോസേജ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല കളറുമാണ് കാണാൻ തന്നെ. നല്ല കളർഫുള്ളായിട്ടുള്ള സ്നാക്സാണ്. അതായത് പാസ്ലിയും സോസേജിൻ്റെയും ഒക്കെ കളർ അതിൽ നല്ലവണ്ണം കാണുന്നുണ്ട്.
ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് വിത്ത് വിനീത ബ്ലോഗിലെ 1000 വീഡിയോ സീരീസിലെ 59ാമത്തെ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.